ഇടുക്കി മീനുളിയാൻ പാറ വനമേഖല കത്തിനശിച്ചു. 2.5 ഹെക്ടർ മാത്രം വിസ്തൃതിയുള്ള സംരക്ഷിത വനമേഖലയാണ് വണ്ണപ്പുറം, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന മീനുളിയാൻ പാറ. വിനോദസഞ്ചാരികളെ പോലും കടത്തിവിടാതെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വനപ്രദേശം അഗ്നിക്കിരയായതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. കഞ്ഞിക്കുഴി, വണ്ണപ്പുറം പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഏറെ മനോഹരമായ ഒരു പ്രദേശമാണ് മീനുളിയാൻ പാറ. ഹെക്ടർ കണക്കിന് വിസ്തൃതിയിലുള്ള പാറക്കെട്ടുകൾക്ക് മുകളിൽ 2.5 ഹെക്ടറോളം മാത്രമുള്ള സംരക്ഷിത വനമേഖലയാണ് മീനുളിയാൻ പാറ. കഴിഞ്ഞ ദിവസമാണ് ഈ വനമേഖലയിൽ തീ പടർന്നത്. പലതരം ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ വനസമ്പത്തുകൾ മുഴുവൻ കത്തിനശിച്ചു. നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും വനം വകുപ്പ് കഴിഞ്ഞ 2 വർഷമായി ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു. കാരണം വനത്തിന് നാശമുണ്ടാക്കുമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേരളം മീനുളിയാൻ അതിങ്ങനെ കത്തിനശിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ വാച്ചർമാരെ ഒന്ന് നിയന്ത്രിക്കുകയോ അവരെ സ്ത്രീകളെ മാറ്റിയിട്ട് പുരുഷന്മാരാക്കുകയോ ചെയ്യണം. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി മീനുളിയാനെ പറ്റി പറയാനുള്ളത്. എന്നാൽ വനം വകുപ്പിന്റെ നിയന്ത്രണമുണ്ടായിട്ടും ഇവിടെ തീ പടർന്ന് പ്രദേശം കത്തിനശിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അപൂർവ ഇനം സസ്യങ്ങളും നിരവധി ഉരകവർഗത്തിൽപ്പെട്ട ജീവികളുടെയും ആവാസ കേന്ദ്രമാണ് മീനുളിയാൻ പാറ. വനഭൂമി കത്തിനശിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അവിടുത്തെ കച്ചവടക്കാർക്കുള്ള കച്ചവടങ്ങൾ കുറഞ്ഞു പോവുകയും അവരുടെ അരിക്കാശിൻ്റെ മാർഗ്ഗങ്ങളെല്ലാം നിലച്ചിക്കുകയും ചെയ്ത് അവിടെ ഒരു 3 വാച്ചർമാരെ വെച്ച് പെറുക്കിയിട്ടും അവിടെ കാട്ടുതീ കയറി ഇന്ന പോലെ ആ വനം മുഴുവൻ അതിനകത്ത് നിരവധി പച്ചമരുന്ന് കാര്യങ്ങളുണ്ടായിരുന്നു. അത് പക്ഷിമൃഗാദികൾ എല്ലാം ഇന്നപോലെ കത്തി നശിക്കുന്ന ഇതായിട്ട് കിടക്കുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലം മീനുളിയാൻ പാറയും ഏക്കർ കണക്കിന് സ്ഥലം ഏണിപ്പാറയും കത്തി നശിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ സർക്കാർ ഇടപെട്ട് ഈ ഫോറസ്റ്റുകാർക്ക് വാച്ചർമാർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് 4 വനിതാ വാച്ചർമാരാണ് ഇവിടെ കാവൽക്കാരായുള്ളത്. തീ പടർന്നത് എങ്ങനെയെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസം നീണ്ടപാറയ്ക്ക് സമീപം തീ പടർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥതല അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് മീനുളിയാൻ പാറയിലും ഇപ്പോൾ തീ പടർന്ന് വൻതോതിൽ നാശമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.